ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം കേസിലും തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. ദ്വാരപാലക പാളി കേസിലാണ് SIT ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ അറസ്റ്റിലായ KP ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്നതിനാൽ ആശുപത്രിയിൽ വെച്ചാണ് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത്. VS അനു വിവരങ്ങളുമായി. അനു, ഈ കേസിൽ ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല എന്ന നിലയിൽ തന്നെയല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കട്ടളപ്പാളികളിലെ കേസിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ നേരത്തെ ചോദ്യം ചെയ്തും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അദ്ദേഹം റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്നത്. ഇതിനിടെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി പ്രത്യേക സംഘം അദ്ദേഹം കഴിയുന്ന പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലെത്തി അദ്ദേഹത്തെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്ത്. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുത്തു വിടുന്നതിലും തന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രത്യേക സംഘം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇന്നലെ അറസ്റ്റ് ചെയ്ത KP ശങ്കരദാസിന്റെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. കൊല്ലം വിജിലൻസ് ജഡ്ജി ഇന്ന് ഈ KP ശങ്കരദാസ് ആശുപത്രിയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് ശങ്കരദാസിന്റെ കസ്റ്റഡി അല്ലെങ്കിൽ അത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായതിനാൽ ആശുപത്രിയിൽ തന്നെ അദ്ദേഹം തുടരും. അതേസമയം പോലീസിന്റെ ഒരു സുരക്ഷയും അവിടെ ഉണ്ടാകും. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കേസിൽ SIT കടുത്ത നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരാളെ ജയിലിലെത്തി രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലുള്ള ആളെ ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യുന്നു.